Hi friends, welcome back to my channel. So after a long time, I thought I'll just film a day in my life. There are quite a lot of things to update with you guys. So I'll just make a video on that as well. Few of you might have seen, I mean, whoever is seeing my videos, you might have seen that I have updated vlogs relating to my interviews and all of that. So I am into my new job as of now. I'm so happy and excited to share my updates about my new job, and I will definitely make a video on that because I have lots to share. So today it's a Sunday, it's a slow morning. We just woke up around like 10:30, and then we went to supermarket. We got some groceries, and now I'm going to cook. So today I'm cooking fish curry, kingfish curry, and then I have a fish to fry as well, and then I'll cook some spinach also. So this is the menu for today's lunch. So let's get started, guys. So if you have not subscribed to my channel, please make sure that you're subscribing to my channel so that you'll get all the notifications of the new videos that I upload. So let's get started. അങ്ങനെ ഒരു വീക്കെൻഡും കൂടി വന്നു. അപ്പോൾ യൂഷ്വലി സൺഡേ ഞങ്ങൾ ലേറ്റായിട്ടാണ് എണീക്കുക, എല്ലാവരെയും പോലെ തന്നെ. അപ്പോൾ ഇന്ന് നമ്മളൊരു 10 o'clock ആകുമ്പോൾ എണീറ്റു. എന്നിട്ട് നമ്മൾ ലുലുവിൽ പോയി കുറച്ച് ഗ്രോസറി ഐറ്റംസ് ഒക്കെ വാങ്ങി. ഇപ്പോൾ എൻ്റെ ജോബിൻ്റെ ടൈമിങ്സ് ആക്ച്വലി ഭയങ്കര കംഫർട്ടബിളാണ്. പിന്നെ ചേഞ്ച് ആയി, അപ്പോൾ അതൊന്ന് അഡ്ജസ്റ്റ് ആയി വരാൻ വേണ്ടി കുറച്ച് സമയം എടുക്കുന്നുണ്ട് എനിക്ക്. അപ്പോൾ എനിക്ക് ഈ ഫിഷൊന്നും എനിക്ക് വീക്ക് ഡേയ്സിൽ കുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ നോൺ വെജ് ഒന്നും ഓഫീസിൽ കൊണ്ടുപോകാറില്ല. കാരണം നമുക്ക് ഫുൾ അവിടെ എമിറാത്തീസും അങ്ങനെ ആൾക്കാരാണ്. അപ്പോൾ എനിക്ക് ഫിഷും നോൺ വെജും ഒന്നും അങ്ങനെ കൊണ്ടുപോകാൻ താല്പര്യമില്ല. അങ്ങനെ വീക്കെൻഡിലാണ് ഞാനിപ്പം ഫിഷും ചിക്കനും ഒക്കെ കുക്ക് ചെയ്യുക. അപ്പോൾ ഇന്ന് ഞാൻ വാങ്ങിയത് കിങ് ഫിഷും പിന്നെ ആവോലി ഇല്ലേ, വൈറ്റ് ആവോലി, അതുമാണ് വാങ്ങിയത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കിങ് ഫിഷ്, സ്കിൻ ഇല്ലാത്ത കിങ് ഫിഷ് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് വാങ്ങി. അത് ഞാൻ നല്ലതായിട്ട് ക്ലീൻ ചെയ്തു. എന്നിട്ട് ആവോലി എടുത്തു. അത് 4 പീസാണ് എടുത്തത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നല്ലതായിട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനത് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ ആക്ച്വലി ഫിഷ് കഴിച്ചിട്ട് കുറേ നാളായി. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ആവോലി ഫിഷ് മറ്റേ ഫ്രൈ ചെയ്യാൻ വേണ്ടി കട്ട് ചെയ്തെടുത്തത്. പിന്നെ ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മസാലയാണ് റെഡിയാക്കുന്നത്. നോർമൽ എല്ലാവരും തന്നെ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി ഇത്രയാണ് ചേർത്തിട്ട് ഞാൻ സോട്ട് ചെയ്ത് മിക്സ് ചെയ്ത് വെച്ചു. എന്നിട്ട് ഞാനതൊരു കുറച്ചൊരു ഹാഫ് ആൻ അവർ ഞാൻ വെച്ചു, അതായത് നല്ലതായിട്ട് മസാലയൊക്കെ അതിൽ പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് ഞാൻ യൂഷ്വലി എപ്പോഴും ഇങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. എല്ലാവരും അങ്ങനെ തന്നെയാണ് ചെയ്യാറ്. പിന്നെ ഈ ഫിഷ് ഞാൻ ആദ്യമായിട്ടാണ് വറക്കാൻ വാങ്ങിച്ചത്. ഞാൻ ഇതിനു മുമ്പ് കറിയായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്, പക്ഷേ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോഴാണ് കേട്ടോ വാങ്ങിയത്. മമ്മി പറഞ്ഞു ഇത് ഫ്രൈ ചെയ്യാൻ നല്ലതാണ്. അപ്പം ഞാനത് ഫ്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് വാങ്ങിയത്. കാരണം എല്ലാ ടൈപ്സ് ഓഫ് ഫിഷൊന്നും ഞാനങ്ങനെ കഴിക്കാറില്ല. അപ്പോൾ അതാണ്. പിന്നെ അടുത്തത് ഫിഷ് കറി വെക്കാനാണ്. നോർമൽ മുളകിട്ട ഫിഷ് കറിയാണ് ഞാൻ വെക്കാറ്. അപ്പോൾ അതിപ്പം പ്രോസസ്സ് എല്ലാവർക്കും അറിയാം, അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ എൻ്റെ പുതിയ ജോലിനെ പറ്റിയിട്ട് എനിക്ക് കുറച്ചധികം ഇൻഫർമേഷൻ നിങ്ങളായി ഷെയർ ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് ഞാനൊരു ഫുൾ വീഡിയോ എടുക്കണം ഞാൻ കുറേ നാളെ പ്ലാൻ ചെയ്യുന്നു, പക്ഷേ എനിക്ക് എടുക്കാനുള്ളൊരു ടൈം കിട്ടിയില്ല. അപ്പോൾ പുതിയ കമ്പനിയിൽ ഇപ്പോൾ എനിക്ക് രാവിലെ 8 o'clock ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും, എന്നിട്ട് 4:30 ആകുമ്പം കഴിയും. അപ്പോൾ എനിക്ക് ഇങ്ങനെ നോൺ വെജ് ഒന്നും അധികം കുക്ക് ചെയ്ത് കൊണ്ടുപോകാനുള്ളൊരു ടൈമില്ല. അപ്പോൾ യൂഷ്വലി ഞാൻ വീക്കെൻഡ്സിലാണ് ഇങ്ങനെയൊക്കെ ഞാൻ കുക്ക് ചെയ്ത് കൊണ്ടുപോകുന്നത്. പിന്നെ എന്താ പറയുക, ജോലി അന്വേഷിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം. കുറേയധികം കമൻറ്റ്സ് എനിക്ക് വന്നിട്ടുണ്ട്. എങ്ങനെയാണ് നിങ്ങൾ ജോബ് സെർച്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് വെബ്സൈറ്റ്സിലൂടെയാണ് ചെയ്യുന്നത്, ഏത് ആപ്ലിക്കേഷനാണ് യൂസ് ചെയ്യുന്നത്, അങ്ങനെ ഒരുപാട് എൻ്റെ അടുത്ത് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കതൊന്നും ചെയ്യാനുള്ള ടൈമില്ലായിരുന്നു. കാരണം ഞാൻ ഇങ്ങനെ പുതിയ ജോലിക്ക് കയറുന്നതിൻ്റെ തിരക്കും പിന്നെ അതിൻ്റെ കാര്യങ്ങളും ഡോക്യുമെൻറ്റേഷൻസും ഫയലിങ്ങും ഒക്കെ ആയിട്ട് ഞാൻ കുറച്ച് തിരക്കായിരുന്നു. ഇനി ഞാനത് അപ്ഡേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് എനിക്ക് പുതിയൊരു ജോബ് കിട്ടിയെന്നുള്ളത്. അപ്പോൾ ഇപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. എനിക്ക് പഴയതിനേക്കാളും നല്ലൊരു കമ്പനിയിലാണ് ടച്ച് വുഡ് ബൈ ഗോഡ്സ് ഗ്രേസ് എനിക്ക് കിട്ടിയത്. കാരണം ഞാൻ പഴയ കമ്പനിയിൽ അതുപോലെ ഞാൻ സ്ട്രഗിൾ ചെയ്തിരുന്നു. ഒരുപാട് എനിക്ക് ബുദ്ധിമുട്ടുകളുണ്ടായിട്ടിരുന്നു, മാനസികമായിട്ടും അല്ലാതെ വർക്ക് വൈസ് ആയിട്ടും എനിക്ക് കുറേ എനിക്ക് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ ഭാഗത്ത് എന്താ പറയുക, എനിക്കൊരു ഗ്രോത്തോ അല്ലെങ്കിൽ എനിക്കൊരു റെക്കഗ്നിഷനോ അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ നെഗറ്റീവായിട്ടല്ല പറയുന്നത്, കാരണം എനിക്ക് എഫക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്.
അപ്പോൾ എന്താ പറയുക, നമുക്കൊരു സ്ഥലം ശരിയായില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്തൊക്കെ ചെയ്താലും നമുക്ക് നിലനിന്ന് പോകാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലമായിരുന്നു എനിക്കത്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. എങ്ങനെ ഒരാളാവരുത്, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ എങ്ങനെ ആവരുത്, അല്ലെങ്കിൽ ഒരാളെ എങ്ങനെയൊക്കെ ദ്രോഹിക്കാം, എല്ലാ കാര്യങ്ങളും ഞാൻ പഠിച്ചു ആ ഒരു സ്ഥലത്ത് നിന്ന്. അപ്പം എനിക്ക് ദൈവത്തിനോട് ഒരുപാട് നന്ദിയുണ്ട്. കാരണം എന്നെ അങ്ങനെ ഒരു സ്ഥലത്ത് എത്തിച്ചതുകൊണ്ടാണ് എനിക്ക് ഏതൊക്കെ തരം ആൾക്കാരാണുള്ളത്, എന്തൊക്കെ തരം ബിഹേവിയേഴ്സാണുള്ളത്, ഒരു എന്ന് പറയുന്ന ഒരാൾ എങ്ങനെ ആവാൻ പാടില്ല, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ സത്യമായിട്ട് അവിടെ പഠിച്ചു കേട്ടോ. നമ്മുടെ പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കാനോ അല്ലെങ്കിൽ അതിനെ അംഗീകരിക്കാനോ അല്ലെങ്കിൽ നമുക്കൊരു ചാൻസ് തരാനോ അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് കേൾക്കാനുള്ളൊരു സാവകാശവും ഒന്നുമില്ലായിരുന്നു അവിടെ. പിന്നെ എനിക്ക് ഞാനല്ലാതായിരുന്നു അവിടെ ജീവിച്ചുകൊണ്ടിരുന്നത്. എനിവേസ് അങ്ങനെ ഒരുപാട് വിഷമങ്ങളും കാര്യങ്ങളൊക്കെ എനിക്ക് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് എങ്ങനെയൊക്കെ ഞാൻ പുറത്ത് വന്നു. അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് ഒരുപാട് വിഷമം ഉണ്ടായിരുന്നു. കാരണം നമ്മൾ ചെയ്യാത്തൊരു തെറ്റ് നമ്മൾ ഒരുപാട് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പം പിന്നെ എനിക്ക് നമ്മുടെ ഈ കൊട്ടേഷൻസിലൊക്കെ പറയുന്ന പോലെ നമ്മളിപ്പം ദുഃഖിക്കുന്നത് പിന്നീട് നല്ലൊരു സന്തോഷം നമുക്ക് കിട്ടുമെന്ന് പറയുന്നത് വളരെയധികം കറക്റ്റാണ്. അത് എൻ്റെ ഒരു ലൈഫിൽ നിന്ന് ഞാൻ പഠിച്ചൊരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ ഒരുപാട് ദുഃഖിക്കുന്നുണ്ടെങ്കിൽ ഒരു വിഷമവും വേണ്ട, അതിൽ നല്ലൊരു എന്താ പറയുക, നമുക്ക് നല്ല കാര്യം നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. നമ്മളൊന്ന് ആ ഒരു ഇതും കടന്നു പോകുമെന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ ആ ഒരു മൊമെൻ്റ് ഒന്ന് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തും സാധിക്കാം അല്ലെങ്കിൽ നേരിടാം എന്നുള്ളൊരു പവർ നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു പൊസിഷനിലിരിക്കുന്നത്. ഇപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് എല്ലാ തരത്തിലുള്ള എന്താ പറയുക റെക്കഗ്നീഷനും എല്ലാം എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ എനിക്ക് സമാധാനം, ഏറ്റവും കൂടുതലും മെൻ്റൽ പീസാണ് വേണ്ടത്, അതെനിക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞ അങ്ങനെ എല്ലാം കൊണ്ടും ഒരു സമാധാനമുണ്ട് ഇപ്പോൾ ലൈഫിൽ. അതുതന്നെ ഏറ്റവും വലിയ സന്തോഷം. ഒരുപാട് സ്ട്രെസ് ഉണ്ടായിരുന്നു, അതൊക്കെ മാറി ഇപ്പോൾ ഞാൻ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഞാൻ ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ്. ഒരു സൈഡിൽ കൂടെ എൻ്റെ ഫിഷ് കറി ആയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഞാൻ ഫിഷ് ഫ്രൈ ചെയ്യാൻ വെച്ചു. അതിനുശേഷം ഞാൻ ചുമല ചീര അരിഞ്ഞു. ഇത് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വാങ്ങും, എനിക്കിഷ്ടമാണിത് കഴിക്കാൻ. അപ്പോൾ അതിനുശേഷം ഇത് കണ്ടോ, ഇത് കരിവേപ്പില ഞാൻ നാട്ടിൽ വന്നപ്പം കൊണ്ടുവന്നതാണ്. മമ്മി നല്ലതായിട്ട് കഴുകി ഇങ്ങനെ ഒരു ബോക്സിലാക്കി തന്നു. അത് കുറേ നാൾ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഇനി പോകുമ്പോൾ നിങ്ങൾ അതുപോലെ ഒന്ന് കൊണ്ടുവന്ന് നോക്കൂ. ഒരുപാട് നാൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഒരു 1.5 2 മന്ത്സോളം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ എൻ്റെ ഫിഷ് കറി ഓൾമോസ്റ്റ് ആയി. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉലുവാപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ സ്റ്റീൽ തവി ഉപയോഗിച്ച് ഒരുപാട് അങ്ങോട്ട് മിക്സ് ചെയ്താൽ അത് പൊടിഞ്ഞു പോവും. അപ്പോൾ നോർമലായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ എൻ്റെ കറി ഓൾമോസ്റ്റ് ആയി. പിന്നെ എൻ്റെ ഫ്രൈ, ഇനിയിപ്പോൾ അടുത്ത് എനിക്ക് ചീരത്തോരനും കൂടെ വെക്കാൻ ബാക്കിയുള്ളൂ. അപ്പോൾ വീക്കെൻഡിൽ ഇത്തവണ ഞങ്ങൾ ഫിഷാണ് ഉണ്ടാക്കിയത്. എല്ലാ തവണ നമ്മൾ ചിക്കൻ അല്ലെങ്കിൽ മട്ടനാണ് ഉണ്ടാക്കാറ്. അപ്പോൾ ഇന്ന് നമ്മൾ ഫിഷ് ഒരുപാട് ദിവസമായി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഫിഷ് വാങ്ങാൻ വേണ്ടി സ്പെഷ്യലായിട്ട് ഫിഷ് വാങ്ങിയത്. അപ്പോൾ ഇനി എന്താ, ഫിഷ് കറി ആയിക്കഴിഞ്ഞാൽ പിന്നെ കരിവേപ്പിലയും കൂടി ഇട്ടു. പിന്നെ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഫിഷ് കറി കഴിഞ്ഞു. ഇനിയിപ്പോൾ എനിക്ക് ചോറ് വെക്കണം, പിന്നെ ചീരത്തോരൻ വെക്കണം. അതാണ് എനിക്ക് മെയിനായിട്ടുള്ളത്. ഈ കറിവേപ്പിലയില്ലേ, ഇങ്ങനെ കൊണ്ടുവന്നാൽ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് കൊണ്ടുവന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്താൽ മതി, നല്ല കുറേ നാൾ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ചട്ടി വെച്ചു. എന്നിട്ട് എനിക്ക് ചീരത്തോരനാണ് വെക്കേണ്ടത്. അപ്പോൾ ഞാൻ ചോറിനൊക്കെ ആക്കാൻ വേണ്ടി വെച്ചു. എന്നിട്ട് കുറച്ച് പാത്രം ഉണ്ടായിരുന്നു, അത് കഴുകി മാറ്റി. ചീരത്തോരൻ ഉണ്ടാക്കാൻ എളുപ്പമാണല്ലോ, ഒരു 5-6 മിനിറ്റ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് ശരിയായി കിട്ടും. അത് ഓവറായിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ എൻ്റെ ഫിഷ് ഫ്രൈ, അതും സെക്കൻഡ് ബാച്ച് ഞാൻ ഇട്ടു. അത് ആദ്യം 2 പിന്നെ 2 ഇട്ടത്. അപ്പം അതും ശരിയായി. ഇനി എനിക്ക് റൈസാണ് കുക്ക് ചെയ്യണത്. ഞാൻ വൈറ്റ് റൈസാണ് യൂസ് ചെയ്യുക. അപ്പം ഒരുപാട് കുക്കിംഗ് ടൈമൊന്നും ഇല്ല. അപ്പോൾ ഏറ്റവും ലാസ്റ്റാണ് ഞാൻ എപ്പോഴും റൈസ് വയ്ക്കുക. കാരണം കുത്തരി ആണെങ്കിൽ കുറച്ച് ടൈം എടുക്കും. ഇതാകുമ്പോൾ ഒരു 4-5 വിസിലടിച്ചാൽ അപ്പം തന്നെ ഇത് ആയി. പിന്നെ അത് സെപ്പറേറ്റ് സ്റ്റാർച്ച് റിമൂവ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനെപ്പോഴും യൂസ് ചെയ്യുന്ന ആ ഒരു റൈസാണ്. കൊച്ചിലോട്ട് ഞാൻ അതാണ് കഴിക്കുന്നത്. അപ്പോൾ എനിക്കത് തന്നെയാണ് ഇഷ്ടം. എനിക്ക് കുത്തരീനേക്കാളും എനിക്ക് കഴിക്കാൻ ഇഷ്ടം ഇതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഒരു വ്ളോഗ്. പിന്നെന്താ, ദോശയ്ക്ക് നാളെ തൊട്ട് ഓഫീസ് തുടങ്ങുകയാണല്ലോ. അപ്പോൾ രാവിലെ 5:30 ആകുമ്പോൾ എണീറ്റിട്ട് ഞാൻ 6:30 ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങും. അപ്പോഴേ എനിക്ക് കറക്റ്റ് 7:45 ആകുമ്പോൾ ഞാൻ ഓഫീസിലെത്തും. അപ്പോൾ ഇഡ്ഡലി ദോശയാണ് ഞാൻ മെയിനായിട്ട് ഉണ്ടാക്കുക രാവിലെ, പെട്ടെന്ന് കഴിക്കാൻ പറ്റും. അപ്പോൾ അതിനുള്ള മാവ് ഞാൻ കുതിർത്ത് വെച്ചു. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇതാണ് എൻ്റെ ഒരു ഫിഷ് കറി, കിങ് ഫിഷാണിത്. പിന്നെ ചീരത്തോരൻ, പിന്നെ
മീൻ ഫ്രൈ. അപ്പം എൻ്റെ ഈ ഒരു സൺഡേ വ്ളോഗ് ഇങ്ങനെയായിരുന്നു. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. അപ്പോൾ പിന്നെ അടുത്ത വീഡിയോ കാണാം. ടിൽ ദെൻ ബൈ ആൻഡ് ടേക്ക് കെയർ.